ഹോർമുസിൽ അമേരിക്ക പുറത്തേക്ക് ഡീൽ ഉറപ്പിക്കാൻ ഇറാനും ഒമാനും ഹോർമുസിലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒമാനുമായി കരാറിലെത്തുന്നത് അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. മൂന്നാം കക്ഷിക്ക് ഇടപെടൽ അനുവദിക്കില്ലെന്നും ഇറാൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ വീണ്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് അതേപടി. വടക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞു. ഇടുക്കിയിൽ തുറന്ന ഡാമുകൾ അടയ്ക്കാറായില്ല. കട്ടപ്പനയിൽ കടകളുടെ മേൽക്കൂര തകർന്നു. മണ്ണിടിച്ചിലിൽ ജാഗ്രത തുടരുന്നു. വീണ്ടും വിവാദത്തിന്റെ അണകെട്ടി മുല്ലപ്പെരിയാർ. ജലനിരപ്പ് കൂട്ടുമെന്ന വിജയ് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യാപക പ്രതിഷേധം. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. മന്ത്രിതല ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 42 അടി പരമാവധി ജലനിരപ്പിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ കഴിയില്ലെന്നും മന്ത്രി. MDMA ഇടപാടിൽ പങ്കില്ലെന്ന് വടകരയിൽ അറസ്റ്റിലായ അധ്യാപിക കീർത്തന. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും കീർത്തന. PM ശ്രീയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തടസ്സമല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. SSK ഫണ്ട് ലഭിക്കാനാണ് ധാരണാപത്രത്തിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതെന്നും വിശദീകരണം. PM ശ്രീയുമായി മുന്നോട്ടു പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും പിണറായി വിജയൻ. ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിനോട് അനാദരവെന്ന് പരാതി. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചത് ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ. എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചുവെന്നും പരാതി. അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിന് തിരിച്ചടി. 13 വർഷം മുമ്പ് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 10 വർഷം തടവ്. ശിക്ഷ വിധിച്ചത് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച്. വിധി തേജ്പാലിനെ 2021 കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഗോവ സർക്കാർ നൽകിയ അപ്പീലിൽ. പിണറായി വിജയൻ താമസിച്ചിരുന്ന വാടക വീടിന് മുന്നിൽ EDയെ തടഞ്ഞ 6 CPMകാർക്ക് കൂടി ജാമ്യം നൽകിയത് ഹൈക്കോടതി. പുറത്തിറങ്ങുന്നത് IP ബിനു അടക്കമുള്ളവർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ജാമ്യം കിട്ടിയവരുടെ എണ്ണം 24ആയി. ക്യൂബൻ സർക്കാരിനെ അട്ടിമറിക്കാൻ പുതിയ നീക്കവുമായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങുന്ന നേതാക്കളെ അധികാരത്തിലെത്തിക്കുക ലക്ഷ്യം. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ക്യൂബ. ലോകകപ്പ് സ്വകാര്യവൽക്കരിക്കാനുള്ള വിവാദ പദ്ധതി ഉപേക്ഷിച്ചതിനു പിന്നാലെ ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞ ഫിഫ. ആവശ്യം ശക്തമായിട്ടും രാജിവെക്കാൻ വിസമ്മതിച്ച് ജിയാനി ഇൻഫന്റീനോ. അടിയന്തര ഉച്ചകോടിയിൽ ഫിഫയുടെ എക്സിക്യൂട്ടീവ് നേതൃത്വത്തിന്റെ പിന്തുണ. Почему с позиции съебался, а? Почему с позиции съебался? Меня затрехсотило. Куда тебя, блядь, затрехсотило? В руку. Там у тебя, блядь, царапина. റഷ്യൻ സൈന്യത്തിനുള്ളിൽ നടക്കുന്ന ക്രൂരതയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. സ്വന്തം സൈനികരെ സ്ത്രീവേഷം ധരിപ്പിക്കുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും വീഡിയോയിൽ. ഉത്തരവുകൾ അനുസരിക്കാത്തതിനും ദീർഘകാലത്തേക്ക് സിക്ക് ലീവ് എടുക്കുന്നതിനും ശിക്ഷ.